ചേച്ചി ഓൺ ടു ദ സ്റ്റേജ്. ഹ്യൂസ്റ്റണിലെ എല്ലാവരുടെയും ചേച്ചിയാണ്. മലയാളി അസോസിയേഷൻ ചെന്നാലും, അമ്പലത്തിൽ ചെന്നാലും, പള്ളികളിൽ ചെന്നാലും, ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ചെന്നാലും, എവിടെ ചെന്നാലും എല്ലാവർക്കും സുപരിചിതയായ ഈ ചിരിച്ച മോതോടുകൂടി ഒരുമാതിരിപ്പെട്ട ഞാൻ ഇവിടെ 10-25 വർഷമായിട്ട് കാണുന്ന ഒരു കാര്യം, ഏത് സ്റ്റേജിൽ നിലവിളക്ക് കൊടുക്കുന്നതും പൊന്നുകുള ചേച്ചി എന്ത് ഫംഗ്ഷനും അവിടെ കാണും തീർച്ചയായിട്ടും. ഇപ്പൊ പക്ഷേ ഞങ്ങൾ അധികം കാണാറില്ല. എന്നാൽ ഒരു ചേച്ചിക്ക് എന്താണ് നമ്മളെ കുറിച്ച് പറയാനുള്ളത്, ഈ ഫംഗ്ഷനെ കുറിച്ച് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ആദ്യമായി ഈ സായം സന്ധ്യയിൽ നാം എല്ലാവരും കൂടി ഇവിടെ ഒത്തുചേർന്ന് അനുഗ്രഹിച്ച ജഗദീശ്വരൻ എന്ന് പറയുന്നു. സംപൂജ്യരായ സദസ്സർക്കും ബഹുമാനപ്പെട്ട സ്റ്റാഫോർഡ് സിറ്റി മേയർ മാത്യു, പിന്നെ ഗുരുവായൂരമ്പലത്തിലെ പ്രസിഡന്റ് അദ്ദേഹം പോയി. അങ്ങനെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വേൾഡ് മലയാളി കൗൺസിൽ ഒരു ചാരിറ്റി അസോസിയേഷനാണ്. അതിൻ്റെ പേരുകൾ ലോകമെമ്പാടുമുണ്ട്. ഏകദേശം 25 വർഷം മുമ്പ് ഒരു ദിവസം രാവിലെ, എക്സാക്ട് ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല, ഇപ്പോഴത്തെ പ്രസിഡന്റ് എസ് കെ ചെറിയാനും റീജിയണൽ ചെയർമാനാണ് ജേക്കബ് കുടസനാണ്, രണ്ടുപേരും കൂടി എൻ്റെ വീട്ടിൽ വന്നു. അങ്ങനെ തന്നെ വേൾഡ് മലയാളി കൗൺസിൽ ഇതെല്ലാം ഒരു നിയോഗങ്ങളാണ്. ചെറിയാച്ചൻ ഇപ്പോൾ പ്രസിഡന്റാണ്. ഞാനും ചെറിയാച്ചനും കൂടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 25 വർഷത്തിൽ കൂടുതൽ. വേൾഡ് മലയാളി എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ചോദിക്കും, ഇവിടെ എത്രയുണ്ട്, ഏത് വേൾഡ് മലയാളിയാണ്? ഞാൻ പറയും, എനിക്കൊരു വേൾഡ് മലയാളിയെ കുറിച്ച് അറിയത്തുള്ളൂ. അതിൽ ഞാനും ചെറിയാച്ചനും കൂടെ പ്രവർത്തിക്കുന്നു. നമ്മൾ എവിടെ പ്രവർത്തിച്ചാലും നമ്മൾ മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമായ കാര്യങ്ങൾ ചെയ്യുക, അതാണ്. ഇതെല്ലാം ഓരോ നിയോഗങ്ങളാണ്. ഇപ്പോഴത്തെ പ്രസിഡന്റിനും രാജേഷ് ഒരു ഇവിടെ സെക്രട്ടറി, നല്ല ഒരു വണ്ടർഫുൾ സെക്രട്ടറിയാണ്. എല്ലാ കാര്യങ്ങളും സമയത്തും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരുടെ എല്ലാവരുടെയും കൂടെ എനിക്ക് പ്രയത്നിക്കാനുള്ള ഭാഗ്യം കിട്ടി. മറ്റുള്ള വൈസ് ചെയർമാനായിട്ടുണ്ട്. അങ്ങനെ ഒരു ചെറിയൊരു കമ്മിറ്റിയാണ്. ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്തിൽ 85 ലക്ഷം ജീവികളുണ്ടെന്ന്. ആ നിലയ്ക്ക് ഒരു മനുഷ്യജന്മം കിട്ടുന്നത് എത്രയോ പുണ്യമാണ്. നമുക്ക് ദൈവം എന്തെല്ലാം തന്നു, ആരോഗ്യമുള്ള ശരീരം തന്നു, നമുക്ക് ജോലി തന്നു, സമ്പത്ത് തന്നു, കുട്ടികളെ തന്നു, എല്ലാം തന്നു. അപ്പോൾ നമ്മൾ അല്പം നമ്മുടെ പ്രവൃത്തിയിലും ആ സമ്പത്തിൽ നിന്നും നമ്മുടെ അത്രയും ഭാഗ്യമില്ലാത്തവരും നിരാലംബരമായ ആൾക്കാർക്ക് ഒരു കൈനീട്ടി കൊടുക്കുക വല്ലപ്പോഴും. 2007 ഞാൻ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ പ്രസിഡന്റ്. ഞാനിന്ന് പദം ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അന്ന് ഒരു ഫണ്ട് റേസിംഗ് പ്രോഗ്രാം നടത്തി നല്ല ഒരു തുക സമാഹരിച്ചു. നാട്ടിലും ഇവിടെയും ആവശ്യപ്പെട്ടവർക്കൊക്കെ കൊടുത്തു. അതുപോലെ അതിനുശേഷം ഇപ്പോഴാണ് ഒരു ഫണ്ട് റേസിംഗ് പ്രോഗ്രാം നടത്തുന്നത്. നമ്മളൊരു $50-20 ഒരു ടിക്കറ്റ് എടുക്കാൻ പറയുമ്പോൾ മനുഷ്യർക്ക് വലിയ പ്രയാസമാണ്. ഞാനത് ഇൻസിസ്റ്റ് ചെയ്യാറില്ല. ടിക്കറ്റ് കൊടുക്കും, തന്നിട്ടുണ്ട്. നമ്മൾ എത്രയോ ഭാഗ്യമുള്ളവരാണ്. അതുപോലെ ഭാഗ്യമില്ലാത്തവരും നിരാലംബരും നിരാശ്രയമായിട്ടുള്ളവർക്ക് ഒരു കൈ നീട്ടി കൊടുക്കുക. നിങ്ങളൊക്കെ തന്ന ഡൊണേഷന് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ പേരിലും എൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾ തന്ന ആ പണത്തിൻ്റെ വില വൃഥായി പോകത്തില്ല. 1-2 വീടുകൾ വെച്ച് കൊടുക്കുന്നതാണ്. അതുപോലൊക്കെ നമ്മൾ അല്പം സ്വല്പം ചെലവുകൾ ചുരുക്കിയിട്ട് വല്ലപ്പോഴും ഒരു കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് മുൻപോട്ട് വയ്ക്കുക. അത്രേ പറയാനുള്ളൂ. അധികമൊന്നും പറയാൻ ഒരുപാടുണ്ട്, പക്ഷെ അധികം പറഞ്ഞു പോകാതിരിക്കുന്നില്ല. ഈ അവസരം എനിക്ക് കിട്ടിയതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം. എന്തെങ്കിലും തെറ്റ് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരും ക്ഷമിക്കണം. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. Thank you, JG. Thank you so much. Thank you, Padicha Chechi, for your generous support to the community. Now, I would like to call upon World Malayali Council Vice Chairman, Mr. Nayan Mathula, onto the stage for vote of thanks. ഇത് നിങ്ങൾക്ക് എന്താ ഈ വോട്ട് ഓഫ് താങ്ക്സ് ആദ്യം ചെയ്യുന്നത്? കാരണം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ആൾക്കാരൊക്കെ പോകും, നാളെ മൺഡേ ആണ്. അപ്പോൾ ഈ വോട്ട് ഓഫ് താങ്ക്സ് കിട്ടാതെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു മനസ്സിൽ അങ്ങനെ ഒരു വിഷമം വരുന്നില്ല. അതുകൊണ്ട്
വോട്ട് ഓഫ് താങ്ക്സും ആദ്യം തന്നെ നമ്മൾ ആദ്യം ഇൻ ദ സെൻസ് ഇത് കഴിയുമ്പോൾ പ്രോഗ്രാംസ് ഉണ്ട്, ആരും പോകരുത്. അതൊരു സ്പെഷ്യൽ റിക്വസ്റ്റ് ആണ്. മുമ്പേ വന്ന സുനിലിന്റെ പാട്ടുണ്ട്, അതുപോലെ തന്നെ സോ മെനി ഡാൻസസ് ആൻഡ് സോങ്സ് ആണ് സ്റ്റിൽ പെൻഡിങ്. അതുകൊണ്ട് അതോടെ കഴിഞ്ഞിട്ട് എല്ലാവരും പോകാവൂ എന്നൊരു ഒരു അഭ്യർത്ഥനയോടുണ്ട്. സജീവരായിരിക്കുന്ന എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും വേൾഡ് മലയാളി കൗൺസിലിൻ്റെ അഭിവാദ്യങ്ങൾ. എൻ്റെ കപ്പലിൽ കടക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മുടെ ഇവിടുത്തെ ഈ തിരക്കേറിയ ജീവിതത്തിനിടയിൽ സ്വല്പം സമയം ഒന്ന് സന്തോഷിക്കുന്നതിനും ഉല്ലസിക്കുന്നതിനും നമ്മുടെ കുട്ടികളുടെ കലാവാസനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇങ്ങനൊരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നതിനും നിങ്ങൾക്കൊക്കെ കടന്നു വന്നതിൽ ആകാവേണ്ടി ജഗദീശ്വരൻ സഹായിച്ച ഓർത്ത് ഞാൻ നന്ദി അറിയിക്കുന്നു. നമ്മളെപ്പോഴും സന്തോഷിക്കണമെന്നാണ് ഈശ്വരൻ ആഗ്രഹിക്കുന്നത്. ഏത് സമയത്ത് നമുക്കതിനെ സന്തോഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം നമ്മുടെ ജീവിതത്തിൽ ഈശ്വരൻ്റെ പർപ്പസ് എന്തുവാന്ന് നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ ഓടുന്നത് കൊണ്ടാണ്. നമ്മൾ എപ്പോഴും സന്തോഷിക്കാൻ വേണ്ടിയാണ് നമ്മുടെ കുട്ടികൾക്കും മറ്റുള്ളവർക്കും കലാവാസനകൾ ഈശ്വരൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കലയെപ്പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ കലാകാരൻ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഈശ്വരനാണ്. നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ എത്ര മനോഹരമായിട്ടാണ് ഈ അഖിലാണ്ടത്തെ ഈ ചരാചരങ്ങളെയൊക്കെയും ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ലത പൂക്കളെ, ലതകളെ, വൃക്ഷ ഇടതൂർന്ന് വളരുന്ന വനമേ, നമ്മൾ ചന്ദ്രാർച്ചിതമായൊരു രാത്രി, എവിടെ നോക്കിയാലും ഈശ്വരൻ്റെ മുഖത്ത് നമുക്ക് ഭൂമിയിൽ കാണാനും പ്രകൃതിയിൽ കാണാനും നമുക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങളുണ്ട്. പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല, കാരണം നമ്മൾ മറ്റു പല കാര്യങ്ങളിലുമാണ് നമ്മുടെ ശ്രദ്ധ. ഉദാഹരണത്തിന് ഒരു നവജാത ശിശുവിന് അതിൻ്റെ മൃദുലമായ സ്കിന്ന്, അത് അതിൻ്റെ ആ ദൃശ്യം, മനോഹരമായ ദൃശ്യം, അതിൻ്റെ ആ മണം, എത്ര പേര് അത് ആസ്വദിച്ചിട്ടുണ്ട്? നമ്മൾ പലപ്പോഴും ഇതൊന്നും കാണാതെ നമ്മുടെ ജീവിതത്തെ ആസ്വദിക്കാതെ നമ്മൾ മറ്റെന്തിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നമ്മളിങ്ങനെ ഓടുകയാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ കലാവാസനയെ അതിനെ നമ്മൾ പരിപോഷിപ്പിക്കണം, അതിനെ ജ്വലിപ്പിക്കണം. നമ്മളത് പലപ്പോഴും നമ്മുടെ കുട്ടികളെ നമ്മൾ ഡോക്ടേഴ്സ് ആക്കാനും എൻജിനീയേഴ്സ് ആക്കാനും ഒക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ IT വിദഗ്ധരാക്കാനുള്ള ഒറ്റപ്പാടിൽ നമ്മൾ അവരുടെ കലാവാസനകളെ നമ്മൾ മുരടിപ്പിച്ച് കളയാറുണ്ട്. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് ചിന്തയിലേക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുകയാണ്. നമ്മുടെ കുട്ടികളിലുള്ള കലാവാസനകളെ നമ്മൾ പരിപോഷിപ്പിക്കുകയും അതിനെ ജനിപ്പിക്കുകയും അവരെ എൻകറേജ് ചെയ്യുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. നന്നായിട്ട് ഡാൻസ് ചെയ്യണമെങ്കിൽ, ചടുലമായ ചുവടുകൾ വെക്കണമെങ്കിൽ നല്ല ആരോഗ്യം ഉണ്ടായിരിക്കാം. അപ്പോൾ അത് കാരണം ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ലിം ബ്യൂട്ടീസ് ആയിരിക്കണം നമ്മുടെ കുട്ടികൾ. സ്ട്രെയിറ്റ് ആയിട്ടുള്ള വയറിന് പകരം നമ്മുടെ വയറിങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ കാതോലിക് ചർച്ച് പറയുന്നത് 7 മഹാപാപങ്ങളിലൊന്നാണ് ഗ്ലട്ടണി, അതായത് അമിതാഹാരമാണ് 7 മഹാപാപങ്ങളിലൊന്ന്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അവരുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള ഹെൽത്ത്, ഈ വിഷയങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് ഞങ്ങൾ 2-3 പേര് ഒരു ക്ലാസ് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഈ വിഷയങ്ങളൊക്കെയാണ് അതിനകത്ത് പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ കുട്ടികളെ അതിലേക്ക് വിട്ടു കഴിഞ്ഞാൽ ക്ലാസ്സസ് ഫ്രീ ആണ്. അതിന് ഞങ്ങൾ കവർ ചെയ്യുന്ന വിഷയങ്ങൾ, ഇന്ന് നമ്മുടെ കുട്ടികൾ പലരും വിവാഹം കഴിക്കാൻ ഭയപ്പെടുന്നു. കാരണം നമ്മുടെ വീടുകളിലുള്ള ഡൊമസ്റ്റിക് വയലൻസിനെ ചുറ്റുപാടും കാണുന്ന വിഷയങ്ങളൊക്കെ അവരെ വളരെ ഭയപ്പെടുത്തുന്നുണ്ട്. അവർ വിവാഹം കഴിക്കാൻ അവർ മടിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ എൻകറേജ് ചെയ്യാനും ഞങ്ങളെടുക്കുന്ന ക്ലാസ്സുകൾ ഹൗ ടു മെയിൻറ്റെയിൻ ഗുഡ് ഹെൽത്ത്, ഹൗ ടു കീപ് പീസ് ആൻഡ് ലവ് ഇൻ ദ ഫാമിലി, ക്വസ്റ്റ്യൻസ് അബൌട്ട് മാരേജ് ആൻഡ് ഫാമിലി ലൈഫ്, മീനിങ് ആൻഡ് പർപ്പസ് ഓഫ് ലൈഫ്, man is creation or evolution, അതുപോലെ തന്നെ പബ്ലിക് സ്പീക്കിംഗ്, ഹൗ ടു മേക്ക് എ സ്പീച്ച് വിത്ത് കോൺഫിഡൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ അവരെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഞങ്ങളൊരു ക്ലാസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓൾറെഡി അത് ആരംഭിച്ചു കഴിഞ്ഞു. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും എടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കുട്ടികളെ അതിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് എൻകറേജ് ചെയ്യുക. ഈ എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ ഇടകട്ടെ. താങ്ക്സ് പറയാൻ ആദ്യമായിട്ട് നമ്മുടെ
കോട്ടൺ കൗണ്ടി ജഡ്ജ് KP ജോർജ് അദ്ദേഹം വരുമ്പോൾ നേരിട്ടിരുന്നു, വന്നില്ല. അതുപോലെ തന്നെ സ്റ്റാഫോർഡ് മേയർ കെൻ മാത്യു ജഡ്ജസിൻ്റെ നിന്ന് വരുമ്പോൾ നേരിട്ടിരുന്നു. അതുപോലെ തന്നെ ഗുരുവായൂർ ടെമ്പിൾ പ്രസിഡന്റ് രാംദാസ്. ഈ കമ്മ്യൂണിറ്റി ലീഡേഴ്സൊക്കെ നമ്മുടെ അഭിമാനമാണ്. തീർച്ചയായിട്ടും ജഡ്ജ് KP ജോർജ് കടന്നു പോകുന്ന സിറ്റുവേഷനെ പറ്റി നിങ്ങൾക്കറിയാമല്ലോ. തീർച്ചയായിട്ടും അദ്ദേഹത്തെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓർക്കണം. കാരണം അദ്ദേഹം കടന്നു പോകുന്നതായിട്ടുള്ള അത്ര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസാണ്. അതുപോലെ തന്നെ ഈ ഞങ്ങളുടെ സ്പോൺസേഴ്സ് ആയിട്ടുള്ള ഗോൾഡ്, സിൽവർ, ബ്രോൺസ് സ്പോൺസേഴ്സ്, ഗോൾഡ് സ്പോൺസേഴ്സ് ഷിബു, ജെയിംസ്, സുരേഷ് അവരിവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സിൽവർ, ബ്രോൺസ് സ്പോൺസേഴ്സ് അടുത്തതായിട്ട് സിന്ദ ഡാൻസ് ടീം നമ്മുടെ കുട്ടികളുടെ കലാവാസനകളെ തൊട്ടുണർത്തുന്നതിന് ഇതുപോലുള്ള ഡാൻസ് സ്കൂളുകൾ ചെയ്യുന്നതായിട്ടുള്ള പ്രവർത്തനം നമ്മൾ സ്മരിക്കേണ്ടത് ആവശ്യമാണ്. അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ റീവ പെർഫോമൻസ് നമ്മളിവിടെ ശ്രദ്ധിച്ചു. നമ്മുടെ സംഗീതത്തിൽ ആറാടിച്ചു എന്ന് പറയാം. നാദം എന്ന് പറയുന്നത് അതൊരു ഈശ്വരൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ തന്നെയാണ് നാദം എന്ന് പറയുന്നത്. ഈ ഈശ്വരോപാസന അതിലാണ് നമ്മൾ ഉള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. സൗണ്ട് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ്. അത് മാറ്ററിൻ്റെ വൈബ്രേഷൻ കൊണ്ടാണ് സൗണ്ട് ഉണ്ടാകുന്നത്. മാറ്റർ തന്നെ ഈശ്വരൻ്റെ എനർജിയെ മാറ്ററായി കൺവേർട്ട് ചെയ്തതാണ്. അങ്ങനെ എവിടെ നോക്കിയാലും നമ്മൾ പ്രകൃതിയിൽ ഈശ്വരൻ്റെ മാനിഫെസ്റ്റേഷനാണ് നമ്മൾ എവിടെയും കാണുന്നത്. അതുകൊണ്ട് അപ്രീഷിയേറ്റ് ദാറ്റ്. അതുപോലെ തന്നെ ഇവിടെ MCI ആൻസിയും അനിൽ ജനാർദ്ദനും രണ്ടുപേരോട് അവർ സ്ഥിരമായ സേവനത്തിന് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ലഹരിയിൽ നമ്മളെ ആറാടിച്ച പാട്ടുകൾ പാടി സുനിൽ പിള്ളെ ഫ്രം ചിക്കാഗോ, റോഷി ആൻഡ് റോഷൻ, സിസി, സൂസൻ, മേഴ്സി, രാമചന്ദ്രൻ, മറീന, ഇവർക്കെല്ലാം ഉള്ള നന്ദിയെ ഞങ്ങൾ അറിയിക്കുന്നു. അറ്റ് ദ സെയിം ടൈം ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വന്ന ഇത്രയും സമയം ക്ഷമയോടെ ഇതിൽ സഹകരിച്ച നിങ്ങളോടെല്ലാം ഉള്ള നന്ദിയെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അർപ്പിക്കുന്നു. താങ്ക് യു.